നമസ്കാരം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ വന്ന സന്ദർഭത്തിൽ പാദപൂജയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന്റെ ഇടയിൽ ചില വിവാദത്തിൽപ്പെടുത്താനുള്ള ഉദ്ദേശശുദ്ധി കൂടി ആ മാപ്രകൾക്കുണ്ടായിരുന്നു എന്ന് ചോദ്യത്തിന്റെ ഇടയിൽ വളഞ്ഞു വന്ന മറ്റൊരു ചോദ്യം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ പറഞ്ഞ വാചകം കേൾക്കേണ്ടതാണ്. അതായത് ഈ അടുത്ത ദിവസം നാരി പൂജ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഈ അധ്യാപകർ എന്ന നിലയ്ക്ക് സ്വന്തം വിദ്യാർത്ഥികൾ വന്ന് കാല് കഴുകുന്ന സന്ദർഭത്തിൽ അത് ആസ്വദിച്ചിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ആ മനോഭാവങ്ങളോടുള്ള ഗണേഷ് കുമാറിന്റെ അഭിപ്രായം എന്താണെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അതിനിടയ്ക്കാണ് ഈ അടുത്ത ദിവസം NSSന്റെ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഈ പാദശുദ്ധിയുടെ ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ കിണ്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാലൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിനെ ഈ പാദപൂജയെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനുള്ള പരിശ്രമമായിരുന്നു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി കാണേണ്ടതാണ്. ഈ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയില്ലേ, അതായിരുന്നു ആ മറുപടി. അത് എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കാല് എൻ്റെ കൈ കൊണ്ട് തന്നെ കഴുകുന്നത്. എനിക്ക് എൻ്റെ കാല് കഴുകാനും കുനിയാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും കഴുകുന്നില്ല. ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല. നാരി പൂജയൊക്കെ നടത്തില്ലയോ, കാലൊക്കെ കഴുകിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെയൊക്കെ ഇരുത്തി നാരിയെ പൂജിക്കണം, പക്ഷെ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ. കാല് കഴുകുന്നതെന്ന് എന്നെ പൂജിക്കത്തില്ല, വേറെ ആളെ അന്വേഷിച്ചു. അതേ ഗണേഷ് കുമാറിനെ ആരും പൂജിക്കത്തില്ല. എൻ്റെ നയം അതല്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. എന്നെ അയ്യ അതെന്തെന്നറിയാം, അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ പൂർണ്ണകുംഭം തരുന്ന സമയത്ത് കിണ്ടി വെച്ചിട്ട് വെള്ളം കാലിലോട്ട് ഒഴിച്ചു. അത് എൻ്റെ കാല് പൂജിച്ചതൊന്നുമല്ല, അവർ സ്വീകരിച്ചതെന്ന് അങ്ങനെ ഒരു ആചാരമാണ്. ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അവർ കാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലി വെള്ളം ഒഴിക്കും. അത് പൂജയാണോ? അങ്ങനെയൊന്നും പറയാതെ, എല്ലാം പൂജയാക്കാതെ. കാരണം അത് കുശുംബന്മാരാരണ്ട് പറഞ്ഞത്, ആ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെതിരുള്ളാരണ്ട് പറഞ്ഞതാ. NSSന്റെ ഒരു അമ്പലമാണ്. അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തിൽ വന്നപ്പോൾ പൂർണ്ണകുംഭം തന്ന് സ്വീകരിച്ചു. അപ്പം കെണ്ടിയിൽ വെള്ളം ഒഴിച്ചു. അതെന്തിനെന്ന് ഞാനും ആലോചിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ, അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് കഴിയുക. അല്ല, അത് അവരെ ആചാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ എൻ്റെ കാല് പൂജിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പാത പൂജിക്കാൻ പറ്റിയ മെടുക്കലൊന്നുമല്ല. അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ. അതൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇപ്പോൾ പാത പൂജയെ പറ്റി നിങ്ങൾ പറയുമ്പോൾ എന്നാൽ യവൻ ഇരിക്കട്ടെ ഒരെണ്ണം, അപ്പോൾ കുറച്ചുകൂടെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ. അതുകൊണ്ട് യവൻ ഇരിക്കട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചാണ്. എൻ്റെ പാദം ഒന്നും പൂജിക്കത്തില്ല. ഞാൻ എൻ്റെ കാലിലൊരാൾ തൊട്ട് വീഴുതാൽ പോലും ഞാൻ തൊടാറുണ്ട്. ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരാറ്. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നൊരു വാക്കുണ്ടെന്ന് അറിയാം, കുഞ്ഞെ നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അവരെ അനുഗ്രഹിക്കാൻ, അവരെ രക്ഷിക്കാൻ ഞാനാരാ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു പ്രതിഭയുമില്ല. പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ്. നിൻ്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട്. ജീവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും. ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതുകൊണ്ട് എൻ്റെ കാലിൽ തൊട്ട്, അല്ല ഗണേഷ് കുമാറിൻ്റെ കാലിലാരും തൊട്ട് വേണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും, മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കാനും രക്ഷിക്കാനൊക്കെ ദൈവത്തിനെ അധികാരമുള്ളൂ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അത് ആ അമ്പല കമ്മിറ്റിക്കാരോട് കുശുമ്പുള്ളവരുണ്ട് പറഞ്ഞതാ. അത് പാദപൂജയൊന്നുമല്ല. അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിൽ പലരും? അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ റിസപ്ഷൻ അളിയനെ വീശിക്കുമ്പോൾ പുതുമണവാളൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലേ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാദപൂജയായിട്ട് കരുതുന്നില്ല. അതെന്ന് വെച്ചാൽ അളിയൻ്റെ അടിമയാണോ നമ്മളല്ലല്ലോ. ഏതാ അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചു, കഴുത്തി മാല ഇട്ടു, സ്വീകരിച്ചു. അളിയൻ്റെ അടിമയൊന്നും അല്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞു തന്ന അളിയനോട് പറഞ്ഞാൽ മതി, അവൻ്റെ ഉദ്ദേശം എന്നോട് വേണ്ടെന്ന് പറഞ്ഞാൽ മതി. അത്രയും എന്തെല്ലാം വളഞ്ഞ വഴിയിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവരടുത്ത് ചോദ്യം വരിക. ആ ചോദ്യത്തിൽ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതുപോലെ സജി ചെറിയാൻ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ വീണ ജോർജിന്റെ വാക്ക് ഒരെണ്ണം അടർത്തിയെടുക്കാൻ കിട്ടണം, വിവാദത്തിലാക്കണം. ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. അല്ലെങ്കിൽ സ്കൂളിലെ സംഘപരിവാർ നടത്തിയ പാദപൂജയും ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കിണ്ടിയിൽ ശകലം വെള്ളം കാലിലൊഴിച്ചതിനെ ഒരേപോലെ ആക്കി മാറ്റാനുള്ള ആ പരിശ്രമത്തെ വിദഗ്ധമായിട്ട് മറുപടി പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ ചോദ്യത്തെ നേരിടാനുള്ള പാകതയുടെ അടിസ്ഥാനത്തിലാണ് മറികടന്നു പോയത്. നേരെ മറിച്ചാണെങ്കിൽ അത് പാദപൂജയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് വീണിരുന്നെങ്കിൽ ഉടനടി അതൊരു വിവാദമാക്കാനുള്ള പരിശ്രമമാണ്. കാര്യം തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഏതെങ്കിലും ആചാരോ അല്ലെങ്കിൽ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടിയുടെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദമാക്കി കഴിഞ്ഞാൽ ഇമേജ് തകർക്കാതെ അദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറച്ച് തെറി വിളിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാമെന്നുള്ള തന്ത്രം പയറ്റി നോക്കിയതാണ്. പക്ഷേ വേണ്ടത്ര വെന്തില്ല എന്ന് വേണം പറയാനായിട്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളെ കൊണ്ട്
ഈ പാദം കഴിവിപ്പിക്കുന്ന പരിപാടി എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എന്റെ കാല് കഴുകാൻ എന്നെ കൊണ്ട് പറ്റും. ആ നിലയ്ക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അധ്യാപകരെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം കുട്ടികൾ കാല് കഴുകുമ്പോൾ അതെന്തോ ഒരു മഹത്വരമാണെന്ന് ആസ്വദിച്ചിരിക്കുന്ന മനോഭാവങ്ങൾ അധ്യാപകരായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതുപോലും ഒരു നാണക്കേടാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരിഹാസ മറുപടി പറഞ്ഞു വെക്കുമ്പോൾ സമൂഹത്തിലെ ചിലർക്ക് കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്. സംഘപരിവാറിന്റെ ഇത്തരം പാദപൂജകളെയൊക്കെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇനി ഏതെങ്കിലും സംഘിബന്ധം ആരോപിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ചെറിയ ചൂണ്ടയെറിഞ്ഞു നോക്കിയതാണ്. പക്ഷേ വേണ്ടത്ര കൊത്താതെ അതിൽ വിദഗ്ധമായിട്ടുള്ളയും ഒപ്പം ശക്തമായിട്ടുള്ള മറുപടിയാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചു എന്ന് പറയേണ്ടി വരികയാണ്.